മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ ഭരണകൂടം പൂർണ്ണ സജ്ജമാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ പി വിഘ്നേശ്വരിയും ഇടുക്കി SP വിഷ്ണു പ്രദീപ് TKയും പറഞ്ഞു. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിനു ശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. കുമ്മളി വഴി തിരക്ക് വർദ്ധിക്കുമ്പോൾ കമ്പംമെട്ട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും. കുമ്മളി വഴി തിരികെ പോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യും. നമ്മുടെ ജില്ലയിലെ 3 വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്: പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട്. നമുക്ക് അവിടേക്കുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. കോഴിക്കാനം പുല്ലുമേട് ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു. 8 DYSPമാരുടെ നേതൃത്വത്തിൽ 1200 പോലീസുകാരെയാണ് ഈ 3 കേന്ദ്രങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഇടുക്കി ജില്ലയിൽ 8 DYSPമാരും 19 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടുന്ന 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട മകരവിളക്ക് വ്യൂ പോയിൻറ്റ്സായ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. കാനനപാതയിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. RRT സംഘത്തെയും നിയോഗിച്ചു. ഫയർഫോഴ്സിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ 4-ാം മൈൽ മുതൽ ഉപ്പുപാറ വരെ വെളിച്ചത്തിനായുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. BSNL പുല്ലുമേട്ടിൽ താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ച് മൊബൈൽ കവറേജ് ലഭ്യമാക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ 50 ബസ്സുകൾ KSRTC തീർത്ഥാടകർക്കായി സർവീസ് നടത്തും. കൈരളി ന്യൂസ്, ഇടുക്കി.